ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറി ഡേയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെയും സ്നേഹം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായമാണ്. വളരെ പ്രധാനപ്പെട്ട അതേസമയം ചിന്തിപ്പിക്കുന്നൊരധ്യായം. അതെ, സോദോം പട്ടണത്തിന്റെ ആ ഒരു ഭയാനകമായ അന്ത്യം, പിന്നെ ലോത്തിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ. ശരിയാണ്. ഇതിന് തൊട്ടു മുൻപത്തെ അധ്യായത്തിൽ അബ്രഹാം സോദോമിനു വേണ്ടി എത്ര തീവ്രമായി ദൈവത്തോട് മധ്യസ്ഥത വഹിച്ചു എന്ന് നമ്മൾ കണ്ടതാണല്ലോ. അതെ. അതിന്റെ ഒരു തുടർച്ച പോലെയാണിത് വരുന്നത്. കഥ നേരെ സോദോമിലേക്ക് പോകുന്നു. പാപം നിറഞ്ഞു കവിഞ്ഞൊരു സ്ഥലം, അതിന്റെ നിലവിളി ദൈവസന്നിധി വരെ എത്തിയെന്ന് പറയുമ്പോൾ ഓർക്കണം. അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്ത് അവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. തീർച്ചയായും ഇത് വെറുമൊരു പഴയ കഥയല്ല. ഇതില് ദൈവത്തിന്റെ നീതിയുണ്ട്, അവന്റെ വലിയ കരുണയുണ്ട്. അതെ, രണ്ടും വ്യക്തമായി കാണാം. ലോകത്തോട് നമ്മൾ എങ്ങനെ ഇടപെടണം, വിട്ടുവീഴ്ച ചെയ്താൽ എന്ത് സംഭവിക്കും, പാപത്തിൽ നിന്ന് ഓടിമാറി ദൈവകൃപയിൽ എങ്ങനെ ആശ്രയിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ വലിയ പാഠങ്ങൾ ഇതിലുണ്ട്. ശരിയാണ്. സോഡോമിൽ വീണ ആ തീയും ഗന്ധകവും ലോത്തിന്റെ ആ രക്ഷപ്പെടലും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിനും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം, അല്ലേ? ശരി. അപ്പോ കഥ തുടങ്ങുന്നത് വൈകുന്നേരം സോദോം പട്ടണവാതിൽക്കൽ 2 ദൂതന്മാർ എത്തുന്നു. അതെ, ഇവർ അബ്രഹാമിനെ സന്ദർശിച്ച അതേ ദൂതന്മാർ തന്നെ. അപ്പൊ ലോത്ത് പട്ടണവാതിൽക്കൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു ഒരു സ്ഥാനത്തെ കാണിക്കുന്നുണ്ട്. പട്ടണത്തിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാള്. ദൂതന്മാരെ കണ്ടയുടനെ ലോത്ത് എഴുന്നേറ്റു. അബ്രഹാം ചെയ്ത പോലെ തന്നെ നല്ല ആദരവോടെ നിലം വരെ താണു വണങ്ങി. എന്നിട്ട് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് രാത്രി താമസിച്ച് കാൽ കഴുകി വിശ്രമിക്കണം എന്നപേക്ഷിക്കുന്നു. അതിഥി സൽക്കാരത്തിന്റെ ഒരു മനസ്സുണ്ടല്ലോത്തിന്. ഉണ്ട്. പക്ഷേ മമ്രയിലെ അബ്രഹാമിന്റെ സ്ഥലവും സോദോമും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട്. അതുണ്ട്. സോദോം എന്ന് പറഞ്ഞാൽ ദുഷ്ടതയും അധാർമികതയും നിറഞ്ഞ ഒരിടം. ലോത്ത് ദൂതന്മാർക്ക് അപ്പവും അഭയവുമൊക്കെ കൊടുത്തു. പക്ഷെ ആ രാത്രിയാകും മുമ്പേ തന്നെ സോദോമിലെ പുരുഷന്മാർ, ചെറുപ്പക്കാരെന്നോ വയസ്സായവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും, പട്ടണത്തിലെ സകല പുരുഷന്മാരും വന്നു എന്നാണ് പറയുന്നത്. അവർ ലോത്തിന്റെ വീട് വളഞ്ഞു. അവരുടെ ആവശ്യം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതെ, ലോത്തിന്റെ അതിഥികളായി വന്ന ആ പുരുഷന്മാരെ അവർക്ക് ലൈംഗികമായി ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കണമെന്നാണ്. ആ പട്ടണത്തിന്റെ അവസ്ഥ എത്ര ഭീകരമായിരുന്നോ നോക്കൂ. ഈയൊരു സാഹചര്യത്തിൽ ലോത്ത് ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കും. ശരിയാണ്. അതിഥികളെ രക്ഷിക്കാൻ വേണ്ടി ലോത്ത് പറയുന്നത് കേൾക്കുമ്പോൾ. അതെ, അതിഥികൾക്ക് പകരം തന്റെ 2 പെൺമക്കളെ, പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത കന്യകമാരായ മക്കളെ പുറത്തു കൊണ്ടുവരാം, അവർക്കിഷ്ടം പോലെ ചെയ്തോളാൻ. അയ്യോ, ഇത് ശരിക്കും ദൈവിക നീതിയും ലോകത്തിന്റെ സമ്മർദ്ദവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൽ ലോത്ത് എത്രത്തോളം വീണുപോയെന്ന് കാണിക്കുന്നു. സോദോമിലെ ജീവിതം ലോത്തിന്റെ ചിന്തകളെ എത്ര മോശമായി സ്വാധീനിച്ചു എന്നതിന്റെ തെളിവുകൂടിയാണ്. പക്ഷേ ദൈവദൂതന്മാർ വെറുതെ ഇരുന്നില്ല. ഇല്ല, അവർ പെട്ടെന്ന് ഇടപെട്ടു. ലോത്തിനെ പിടിച്ചു വീട്ടിനകത്തേക്ക് വലിച്ചിട്ടു വാതിലടച്ചു. എന്നിട്ട് പുറത്തുനിന്ന ജനക്കൂട്ടത്തെ അവർക്ക് കാഴ്ചയില്ലാതാക്കി, അന്ധരാക്കി. അതെ, പക്ഷെ ഈ ഒരു അത്ഭുതം കണ്ടിട്ട് പോലും ആളുകൾ പിന്മാറാൻ തയ്യാറായില്ല എന്ന് ശ്രദ്ധിക്കണം. അവരുടെ ഹൃദയം അത്ര കഠിനമായിരുന്നു. എന്നിട്ട് ദൂതന്മാർ ലോത്തിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ സ്ഥലം നശിക്കാൻ പോവുകയാണ്. ഇതിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി. നിനക്കുള്ളവരെ എല്ലാം കൂട്ടി വേഗം രക്ഷപ്പെട്ടോ. ജീവൻ രക്ഷിക്കാൻ ഓടുക, പിന്നോട്ട് നോക്കരുത്, താഴ്വരയിൽ എങ്ങും നിൽക്കരുത്, മലയിലേക്ക് ഓടി രക്ഷപ്പെടുക. വളരെ വ്യക്തമായ നിർദ്ദേശം. ഇവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ അത്ഭുതകരമായ കരുണ കാണുന്നത്. ലോത്ത് രക്ഷപ്പെട്ടത് അവന്റെ നല്ല പ്രവൃത്തി കൊണ്ടല്ല. അല്ല. ഉൽപ്പത്തി 18 അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചത് ദൈവം ഓർത്തു. അതെ, അബ്രഹാമിനോടുള്ള സ്നേഹം, ദൈവത്തിന്റെ സ്വന്തം കരുണ, അതുതന്നെ കാരണം. പക്ഷേ നാശം തൊട്ടുമുന്നിലെത്തിയിട്ടും ലോത്ത് അവിടെ നിന്ന് പോകാൻ മടിച്ചു നിൽക്കുകയാണ്. അതൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്. പ്രതികരണം വൈകുന്നു. ഒരുപക്ഷേ സോദോമിലെ സമ്പത്തോ സ്ഥാനമോ അവിടുത്തെ ആ ഒരു ജീവിത രീതിയോടൊക്കെയുള്ള അടുപ്പം അവനെ പിന്നോട്ട് വലിച്ചു കാണണം. നാശം വാതിൽക്കൽ മുട്ടുമ്പോഴും ആ സ്ഥലം വിടാൻ ഒരു മടി. പക്ഷെ അപ്പോഴും ദൈവകൃപ പ്രവർത്തിച്ചു. ലോത്തും കുടുംബവും മടിച്ചുതിരുന്നപ്പോൾ ദൂതന്മാർ അവരെ നിർബന്ധിച്ചു. ലോത്തിന്റെയും ഭാര്യയുടെയും 2 പെൺമക്കളുടെയും കൈക്കു പിടിച്ച്. അതെ,
പിടിച്ചു വണിച്ച് ആ പട്ടണത്തിന് പുറത്തെത്തിച്ചു. ദൈവത്തിന്റെ ഇടപെടൽ നോക്കൂ. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ജീവൻ രക്ഷിക്കാൻ ഓടുക. എന്നാൽ ആ ഓട്ടത്തിനിടയിൽ സംഭവിച്ചത്, ലോത്തിന്റെ ഭാര്യ ദൂതന്മാർ പറഞ്ഞതിന് വിപരീതമായി അവൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കി. എന്തിനായിരിക്കും നോക്കിയത്? ഒരുപക്ഷെ ഉപേക്ഷിച്ചു പോന്ന വീട്, സാധനങ്ങൾ? അതോ ആ ജീവിതത്തോടുള്ള മനസ്സിലെ ഒരു ബന്ധം? കാരണം എന്തു തന്നെ ആയാലും ദൈവകൽപ്പന ലംഘിച്ചു. ആ നിമിഷം തന്നെ അവൾ ഒരു ഉപ്പുതൂണായി മാറി. ഒരു ഭയാനകമായ സ്മാരകം, നശിക്കാൻ പോകുന്ന ലോകത്തോട് പറ്റി നിൽക്കുന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. സൂര്യൻ ഉദിച്ചപ്പോൾ അബ്രഹാം ദൂരെ നിന്ന് കണ്ടു, ആകാശത്തുനിന്ന് തീയും ഗന്ധകവും സൊദോമിന്റെയും ഗൊമോറയുടെയും മേൽ വർഷിച്ചു. ദൈവം ആ പട്ടണങ്ങളെയും താഴ്വരയെയും അതിലെ സകലതിനെയും നശിപ്പിച്ചു. ആ ദുഷ്ടത പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു. ലോത്തും 2 പെൺമക്കളും മാത്രം രക്ഷപ്പെട്ടു. ആദ്യം സോവാർ എന്ന പട്ടണത്തിൽ, പിന്നെ അവിടെയും പേടിച്ച് മലയിലൊരു ഗുഹയിൽ പോയി താമസിച്ചു. ദൈവകൃപയാൽ രക്ഷപ്പെട്ടു. പക്ഷെ കഥ അവിടെ തീരുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരം. അതെ, ആ ഗുഹയിൽ വെച്ച് ഒരുപക്ഷേ ലോകം മുഴുവൻ നശിച്ചു എന്ന് കരുതിയിട്ടോ, വംശം നിലനിർത്തണമെന്ന ചിന്ത കൊണ്ടോ, അതോ സോദോമിലെ ആ ധാർമ്മികതയില്ലായ്മയുടെ ബാക്കി പത്രം കൊണ്ടോ, ലോത്തിന്റെ പെൺമക്കൾ അവരുടെ അപ്പനെ മദ്യം കൊടുത്ത് ബോധം കെടുത്തി അദ്ദേഹത്തോടൊപ്പം ശയിച്ചു. അതിലൂടെ ഗർഭം ധരിച്ചു. അതിൽ നിന്നാണ് മോവാബ്യരും അമ്മോന്യരും ഉണ്ടാകുന്നത്. പിന്നീട് ഇസ്രയേലിന്റെ വലിയ ശത്രുക്കളായി മാറിയ ജനതകൾ. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ആ സംസ്കാരം, അത് നമ്മളെ എത്രമാത്രം സ്വാധീനിക്കും എന്നതിന്റെ ഒരു വലിയ മുന്നറിയിപ്പാണ്. തീർച്ചയായും സോദോമിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അതിന്റെ ആ ഒരു വിഷം അത് ആ കുടുംബത്തിൽ പിന്നെയും പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ജീവിതത്തിലേക്ക് എടുക്കാവുന്ന പ്രധാന ചിന്തകൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട്, ലോകവുമായുള്ള വിട്ടുവീഴ്ചയുടെ കോംപ്രമൈസ് വളരെ പ്രധാനം. ലോത്ത് സോദോമിൽ താമസിക്കാൻ തെരഞ്ഞെടുത്തത് ഒരുപക്ഷെ അവിടുത്തെ ഭൗതികമായ നേട്ടങ്ങൾ കണ്ടിട്ടാവാം. ആവാം. കൂടുതൽ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ജീവിതം എന്നൊക്കെ ചിന്തിച്ചിരിക്കാം. പക്ഷെ കാലം കഴിഞ്ഞപ്പോ സോദോമിലെ ചിന്താഗതികൾ, അവിടുത്തെ മൂല്യങ്ങൾ, അത് ലോത്തിന്റെ ഹൃദയത്തിൽ കയറി. അത് ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാടിനെ മങ്ങിച്ചു. തിന്മയെ എതിർക്കാനുള്ള അവന്റെ ആ ഒരു ഉറപ്പിനെ ദുർബലപ്പെടുത്തി. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തും ഇതുപോലെ പല പ്രലോഭനങ്ങളുമില്ലേ? ധാരാളം. സത്യം വിട്ട് പണമുണ്ടാക്കാൻ നോക്കുന്നത്, സ്വാർത്ഥത ഒരു സാധാരണ കാര്യമായി മാറുന്നത്, ധാർമ്മികതയുടെ അതിർവരമ്പുകൾ മാഞ്ഞുപോകുന്നത്. അതെ, ലോത്തിന്റെ കഥ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എവിടെയാണ് നമ്മുടെ കൂടാരമടിച്ചിരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ചിലപ്പോൾ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ബന്ധങ്ങൾ, ശീലങ്ങൾ, ചിന്തകൾ, ഇതിലൊക്കെ നമ്മൾ ഒരുപാട് സുഖം കണ്ടെത്തുന്നുണ്ടോ? ലോകം തരുന്ന താൽക്കാലിക ആകർഷണങ്ങളെക്കാൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സത്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. തിന്മയോട് ഒരു അനുരഞ്ജനവുമില്ലാതെ നീതിക്കു വേണ്ടി നിൽക്കണം. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അതാണ് ക്രിസ്തീയ ജീവിതം. രണ്ടാമത്തെ കാര്യം, അനുസരണത്തിന്റെ അടിയന്തര പ്രാധാന്യം. അതെ, സോദോം വിട്ടുപോകാനുള്ള ലോത്തിന്റെ ആ മടി, താമസം, അത് പലപ്പോഴും നമ്മളിലുമുണ്ട്. ദൈവം ഒരു കാര്യം ഉപേക്ഷിക്കാൻ പറയുമ്പോൾ അത് പാപമോ അല്ലെങ്കിൽ ഒരു സുഖസൗകര്യമോ പഴയ ജീവിതമോ എന്തായാലും അത് വിടാൻ നമുക്കൊരു മടിയാണ്. പിന്നോട്ട് നോക്കരുത് എന്ന കൽപ്പന അതെത്ര ഗൗരവമുള്ളതായിരുന്നു. നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ, നമ്മുടെ നഷ്ടബോധത്തേക്കാൾ ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കണം. അതെ, ഉടനടി അനുസരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ പറയും, ഇന്ന ശീലം നിർത്തണം, ഇന്ന ബന്ധം ഒഴിവാക്കണം, ഇന്ന ചിന്ത മാറ്റണം. അതിന് ധൈര്യം വേണം, വിശ്വാസം വേണം, പിന്നെ ഉടനെയുള്ള അനുസരണം വേണം. ലോത്തിന്റെ ഭാര്യയുടെ കാര്യം ഓർക്കുമ്പോൾ അതൊരു വലിയ താക്കീതാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മോഹങ്ങളിൽ ഹൃദയം വെച്ചാൽ ദൈവം തരുന്ന ഭാവിയെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവം വിളിക്കുമ്പോൾ മടിച്ചു നിൽക്കരുത്, പിന്നോട്ട് നോക്കരുത്, അവന്റെ കൃപയിലേക്ക് ഓടുക. മൂന്നാമത്തെ കാര്യം, ന്യായവിധിയുടെ നടുവിലും വെളിപ്പെടുന്ന ദൈവത്തിന്റെ വലിയ കരുണ. സോദോമിന്റെ നാശം നീതിയായിരുന്നു, അവരുടെ പാപം അത്ര വലുതായിരുന്നു. എന്നിട്ടും ലോത്തൊട്ടും തികഞ്ഞവനായിരുന്നില്ല. ഒരുപാട് കുറവുകൾ, വീഴ്ചകൾ. എന്നിട്ടും ദൈവം അവനെ രക്ഷിച്ചു. അതെ, അബ്രഹാമിന്റെ പ്രാർത്ഥനയും ദൈവത്തിന്റെ സ്വന്തം മനസ്സലിവും. തീയുടെ നടുവിൽ നിന്ന് ലോത്തിനെയും മക്കളെയും ഐക്യ പിടിച്ച് പുറത്തു കൊണ്ടുവന്ന ദൂതന്മാർ, അത് നമ്മെ രക്ഷിക്കാൻ
നമ്മുടെ അടുത്തേക്ക് ഇറങ്ങിവരുന്ന ദൈവത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ കരുണ ഏറ്റവും പൂർണ്ണമായി നമ്മൾ കാണുന്നത് യേശുവിലാണ്. തീർച്ചയായും നമ്മൾ അനുഭവിക്കേണ്ട ന്യായവിധിയുടെ തീ അത് യേശു ക്രൂശിലേറ്റെടുത്തു. എന്തിനാ? നമുക്ക് അവനിൽ അഭയം കണ്ടെത്താൻ. നമ്മൾ എത്ര ദൂരെ പോയാലും എത്ര വലിയ പാപം ചെയ്താലും ശരിക്കും അനുദപിച്ച് യേശുവിലേക്ക് തിരിഞ്ഞാൽ അവന്റെ കൃപ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് സുരക്ഷിതമാക്കാൻ തയ്യാറാണ്. നാലാമതൊരു ചിന്ത കൂടി, മറ്റുള്ളവർക്ക് ഒരു അഭയമാകാനുള്ള വിളി. ലോത്ത് കാണിച്ച ആ അതിഥി സൽക്കാരം, അതിൽ കുറവുകളുണ്ടായി. എന്നാലും ആ സോദോം പോലൊരു സ്ഥലത്ത് അതൊരു വേറിട്ട കാര്യമായിരുന്നു. നമ്മൾ ജീവിക്കുന്ന ലോകവും ചിലപ്പോഴൊക്കെ സോദോം പോലെയാണ്. സ്നേഹമില്ലായ്മ, ദേഷ്യം, സ്വാർത്ഥത. അതെ, ഇങ്ങനെയുള്ളൊരു ലോകത്തില് നമ്മളും മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്നവർക്ക്, ഒറ്റപ്പെട്ടവർക്ക് ഒരഭയവും ദയയും സ്നേഹവും കൊടുക്കണം. അബ്രഹാമിനെ പോലെ, ലോത്തിനെ പോലെ അവന്റെ നല്ല സമയത്ത്. പ്രായോഗികമായി അതെങ്ങനെ ചെയ്യാം? ചിലപ്പോൾ ഒരു സഹായം ആവശ്യമുള്ള അയൽക്കാരനെ സഹായിക്കുന്നത്, ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളോടൊരു വാക്ക് സംസാരിക്കുന്നത്, അനീതി കാണുമ്പോൾ മിണ്ടാതിരിക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തുവിന്റെ വെളിച്ചം കാണിക്കുന്ന ഒന്നായി മാറുന്നത്. നമ്മുടെ വീട്, വാക്ക്, പ്രവൃത്തി, ജീവിതം ഇതെല്ലാം യേശുവിലേക്ക് വിരൽ ചൂണ്ടണം. കാരണം നമ്മുടെ പാപത്തിന്റെ തീയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന യഥാർത്ഥ അഭയം യേശുവാണല്ലോ. അതെ, അബ്രഹാം ദൂരെ നിന്ന പുക കാണുമ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നതും ലോത്ത് രക്ഷപ്പെട്ടു എന്നതും അവനോട് ആശ്വാസം നൽകി കാണും. ദൈവം വാക്ക് പാലിക്കുന്നവനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അപ്പോ പ്രിയപ്പെട്ടവരെ, ഈ ഉൽപ്പത്തി 19 നമുക്കൊരു മുന്നറിയിപ്പും അതേസമയം ഒരു ക്ഷണവുമാണ്. മുന്നറിയിപ്പ്: ലോകത്തിന്റെ സ്വാധീനത്തിനെതിരെ, പാപത്തിനെതിരെയുള്ള വിട്ടുവീഴ്ചയ്ക്കെതിരെ ഹൃദയം കാക്കുക. ദൈവം വിളിക്കുമ്പോൾ പിന്നോട്ട് നോക്കാതെ അനുസരിക്കുക. ലോകം എന്തു പറഞ്ഞാലും ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിക്കുക. ക്ഷണം ഇതാണ്: ദൈവത്തിന്റെ അളവറ്റ കരുണയിൽ ആശ്രയിക്കുക, നമ്മുടെ അഭയമായ യേശുവിലേക്ക് ഓടിയെടുക്കുക. അവന്റെ സ്നേഹം അനുഭവിച്ചിട്ട് ആ സ്നേഹം ആവശ്യമുള്ള ഈ ലോകത്തിലേക്ക് അത് പങ്കുവയ്ക്കുക. നമ്മുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളുടെ നടുവിൽ നമ്മെ രക്ഷിക്കാൻ ശക്തനായ ദൈവത്തിലേക്ക് നോക്കാം. നീതിയോടെ ജീവിക്കാനും ഇരുട്ടിൽ വെളിച്ചമാകാനും അവൻ നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് ഈ സമയം ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും കരുണയുള്ളവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ അഭയവും കോട്ടയുമാണ്. ഈ ലോകത്തിന്റെ പാപവും ഞങ്ങളുടെ ഹൃദയത്തിലെ ബലഹീനതകളും അങ്ങ് അറിയുന്നുവല്ലോ. എങ്കിലും അങ്ങെപ്പോഴും ഞങ്ങൾക്ക് തുണയായിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഉൽപ്പത്തി 19 ആ വലിയ സംഭവങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. അതിലെ മുന്നറിയിപ്പുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ തട്ടട്ടെ. അതിലുപരിയായി ന്യായവിധിയുടെ നടുവിലും വെളിപ്പെട്ട അങ്ങയുടെ അത്ഭുതകരമായ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, പലപ്പോഴും ഈ ലോകത്തിന്റെ വഴികളോട് ഞങ്ങൾ അറിയാതെയാണെങ്കിലും ഒത്തുചേർന്നു പോയതിന്, അങ്ങയുടെ ഹിതത്തിന് വിരുദ്ധമായി വിട്ടുവീഴ്ചകൾ ചെയ്തതിന് ഞങ്ങളോട് ക്ഷമിക്കണമേ. പാപത്തിൽ നിന്നും ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്നും ഓടിയകലാനും അങ്ങയുടെ വചനത്തിൽ ഞങ്ങളുടെ ജീവിതം ഉറപ്പിക്കാനും ഞങ്ങൾക്ക് ശക്തി തരണമേ. പിതാവേ, ലോത്തിനെ പോലെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന എന്നാൽ ആത്മീയമായി ദോഷകരമായ കാര്യങ്ങൾ വിട്ടുപോകാൻ അങ്ങ് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ കാണിക്കുന്ന മടി ഞങ്ങൾ ഏറ്റുപറയുന്നു. പിന്നോട്ട് നോക്കാതെ അങ്ങേ അനുസരിക്കാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വാഗ്ദാനങ്ങളിലേക്ക് ധൈര്യത്തോടെ ഓടിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങയുടെ പുത്രനായ യേശുവിനെ നൽകിയ ആ വലിയ സ്നേഹത്തിനും കരുണയ്ക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഒരു യോഗ്യതയും കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. കർത്താവേ, ഇന്ന് ജീവിതത്തിൽ വഴിതെറ്റിയവർ, പാപത്തിൽ കുടുങ്ങിയവർ, കഷ്ടപ്പെടുന്നവർ, അങ്ങനെയുള്ള എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ അവരെ തേടിച്ചെല്ലട്ടെ. കർത്താവേ, ഈ ലോകത്തിൽ മറ്റുള്ളവർക്കൊരു അഭയമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ദയയും സ്നേഹവും ഞങ്ങളിലൂടെ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ജീവിതം അങ്ങയെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായി തീരട്ടെ. തകർന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനും സമൂഹത്തിനു വേണ്ടി മധ്യസ്ഥത വഹിക്കാനും ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. യേശുവിൻ്റെ ഹൃദയം ഞങ്ങളിലും പകരണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ, ഞങ്ങളുടെ പോരാട്ടങ്ങളിൽ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാണെന്നും അങ്ങയുടെ കൃപ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നീതിയോടെ ജീവിക്കാനും ഉദാരമായി സ്നേഹിക്കാനും പൂർണ്ണമായി അങ്ങയിൽ വിശ്വസിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ.
ഞങ്ങളുടെ രക്ഷകനും അഭയവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ. സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേന്റെ ഇല്ലത്തെ ഈ ബൈബിൾ പഠനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഉൽപ്പത്തി 19 ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു. ഈ പഠനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ soulfulscriptureseveryday@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്ക് നന്ദി. ദൈവവചനത്തിലൂടെയുള്ള ഈ യാത്ര നമുക്ക് തുടരാം. ഓർക്കുക, ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അടുത്ത തവണ മറ്റൊരു വേദഭാഗവുമായി കാണാം. അതുവരെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.